ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പ്രൊഫ് സ്കെയിലിലേക്ക് സ്വാഗതം. ഞാൻ റിനോ വിസിക്കെ. മറ്റൊരു പ്രധാന കാര്യവുമായിട്ടാണ് ഞാനിപ്പോൾ പോകുന്നത്. അത് വേറൊന്നുമല്ല, നോർമലി നിങ്ങളെല്ലാവരും LPSI UPSIയുടെ തിരക്കിലായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. സോ എന്നാൽ നമ്മൾ ഈ ഡിസംബറിനോടുകൂടി പ്രതീക്ഷിക്കുന്ന മറ്റൊരു സുവർണാവസരം, അത് വേറൊന്നുമല്ല, കേരള PSC HSIയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ പുറത്തുവിടുന്നതായിരിക്കും. സോ അത്തരത്തിൽ ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്, അല്ലെങ്കിൽ മുന്നിൽ വരാൻ പോകുന്നത്. ആ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ആ അവസരം മാക്സിമം നല്ല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, തയ്യാറെടുത്തുകൊണ്ട് ആ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ വളരെ നല്ല രീതിയിൽ ആ അവസരത്തിനൊത്ത് നമുക്ക് എന്ത് ചെയ്യാം, പ്രയത്നിച്ചുകൊണ്ട് സർവീസിലേക്ക് കയറേണ്ടേ മക്കളെ. സോ അത്തരത്തിൽ HSIയെ കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. വേറൊന്നല്ല, HSIയുടെ നാച്ചുറൽ സയൻസ് എന്ന പാർട്ട്. ആ നാച്ചുറൽ സയൻസിൽ നിങ്ങൾക്കറിയാം, പ്രധാനമായിട്ടും നാച്ചുറൽ സയൻസിനെ കുറിച്ചാണ് പറയുന്നത്. നാച്ചുറൽ സയൻസിൽ പ്രധാനമായിട്ടും രണ്ട് ഭാഗങ്ങളാണുള്ളത്. അതിലൊന്ന് പാർട്ട് A ആണെങ്കിൽ മറ്റതാണെന്ത്, സബ്ജക്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള പാർട്ട് B. പാർട്ട് ബിയിൽ തന്നെ നോർമലി 8 മൊഡ്യൂളാണുള്ളത്. ആ 8 മൊഡ്യൂളിൽ രണ്ടാമത്തെ മൊഡ്യൂളാണ് ഇത്, നമ്മുടെ ഹ്യൂമൻ ഫിസിയോളജി ഉൾപ്പെടുന്ന ഭാഗം. എനിവേ ഓർത്ത് വെച്ചോ, ആ ഹ്യൂമൻ ഫിസിയോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു സിസ്റ്റമാണ് ഇത്, സർക്കുലേറ്ററി സിസ്റ്റം. സോ എന്താണ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് ചോദിച്ചാൽ മക്കളെ, നമുക്കറിയാം ഇതാണ് നമ്മുടെ നമ്മുടെ ഹൃദയം അല്ലേ. ഹൃദയമാണെങ്കിൽ ഹൃദയത്തിലേക്ക് രക്തം പമ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ ഡ്യൂട്ടി എന്താ, രക്തം പമ്പ് ചെയ്യുന്ന അവയവമാണ് ഇത് ഹൃദയം. ആ ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന, എവിടെ നിന്നാണെങ്കിലും ശരി, ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്ന കുഴലുകളെ നമ്മൾ എന്താ വിളിക്കുക, സിരകൾ എന്ന് വിളിക്കും അല്ലേ. എന്നാ ഹൃദയത്തിൽ നിന്നും രക്തത്തെ പുറത്തേക്ക് വഹിക്കുന്ന കുഴലാണ് ഇത്, ധമനി. നിങ്ങൾക്കെല്ലാം നന്നായിട്ട് അറിയാം, ഹൃദയത്തിലേക്ക് രക്തം വഹിക്കുന്നത് സിരയാണ്, ഹൃദയത്തിൽ നിന്നും പുറത്തേക്ക് രക്തം വഹിക്കുന്നത് ധമനിയാണ്. ആ ധമനിയെ ഓർത്ത് വെച്ചോളാം, ധമനിയെ ആരുമായിട്ട്, സിരകളുമായിട്ട് ബന്ധിപ്പിക്കുന്നത്, ധമനിയെ സിരകളുമായിട്ട് ബന്ധിപ്പിക്കുന്നത് എങ്ങനെയുള്ള കുഞ്ഞു രക്തക്കുഴലുകളാണ്. ഈ കുഞ്ഞു രക്തക്കുഴലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ദിസ് ഈസ് നോൺ ആസ് ലോമികകൾ എന്ന് വിളിക്കും. എന്താ വിളിക്കുക, ലോമികകൾ. അതായത് ധമനിയെ സിരയുമായിട്ട് ബന്ധിപ്പിക്കുന്ന കുഴലാണ് ഇത്, ലോമികകൾ. ഇത്തരത്തിൽ ലോമികകളെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡാറ്റ ഓർത്ത് വെച്ചോ. ലോമികകൾ കേരള PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചാണ്. ലോമികകളെ ആദ്യമായി കണ്ടെത്തിയത് ആരാ, മാർസലോ മാൽപീജി ആണ് എന്ത് കണ്ടെത്തിയത്, ലോമികകളെ ആദ്യമായി കണ്ടെത്തിയത്. കേരള PSC റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആയിരുന്നേ. മാർസലോ മാൽപീജി എന്ത് കണ്ടെത്തി, ലോമികകളെ ആദ്യമായി കണ്ടെത്തി. ഇനി മനസ്സിലാക്കി വെച്ചോ, രക്തമൊഴുകുന്നത് സിര, ധമനി, ലോമികകൾ വഴിയല്ലേ. അഥവാ ധമനികളെ സിരകളുമായിട്ട് ബന്ധിപ്പിക്കുന്ന കുഞ്ഞു രക്തക്കുഴലുകളാണ് ഇത്, ലോമികകൾ. ഈ രക്തക്കുഴലുകളുടെ പ്രത്യേകതകളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, നമുക്കത് പഠിക്കാം. എന്നാൽ അതിന് മുമ്പേ മനസ്സിലാക്കി വെച്ചോ, ഈ രക്തക്കുഴലുകൾ, ആ രക്തക്കുഴൽ വഴി ഒഴുകുന്ന രക്തം, ഹൃദയം, ഇവ ചേർന്നതാണ് ഇത് നമ്മുടെ രക്തപരിയേന വ്യവസ്ഥ. ഓർത്ത് വെച്ചോളെ, രക്തക്കുഴൽ, രക്തം, ഹൃദയം, ഇവ ചേർന്നതാണ് എന്ത്, നമ്മുടെ രക്തപരിയേന വ്യവസ്ഥ അഥവാ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം. അത്തരത്തിലൊരു സർക്കുലേറ്ററി സിസ്റ്റം അഥവാ രക്തപരിയേന വ്യവസ്ഥ നമ്മൾക്കുണ്ട് എന്ന് കണ്ടെത്തിയ ആരാണ്, നമ്മൾക്കുണ്ട് എന്ന് കണ്ടെത്തിയ വ്യക്തിയാണ് ആര്, വില്യം ഹാർവി. ഇതും പ്രീവിയസ് ആയിട്ട് PSC ചോദിച്ചതാ. വില്യം ഹാർവി എന്ത് കണ്ടെത്തി, രക്തപരിയേന വ്യവസ്ഥയെ കണ്ടെത്തിയ വ്യക്തിയാണ് ആര്, വില്യം ഹാർവി. എന്ന മാർസലോ മാൽപീജി ആരായിരുന്നു, ലോമികകളെ കണ്ടെത്തിയത് മാർസലോ മാൽപീജിയാണ്. ഓർത്ത് വെച്ചോളെ, രക്തം, രക്തക്കുഴൽ, ഹൃദയം, ഇവ ചേർന്നതാണെന്ത്, രക്തപരിയേന വ്യവസ്ഥ. ആ രക്തപരിയേന വ്യവസ്ഥയെ കണ്ടെത്തിയത് വില്യം ഹാർവി ആണെന്ന് കൂടെ മനസ്സിലാക്കി വെച്ചോ. എനിവേ, രക്തപരിയേന വ്യവസ്ഥയിൽ ഏറ്റവും ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു ഏറ്റവും ബേസിക് ആയ കുറച്ച് കാര്യങ്ങൾ, വളരെ കുറച്ച് കാര്യം. ആ കുറച്ച് കാര്യം നമുക്ക് വ്യക്തമായിട്ട് നിങ്ങൾ പഠിച്ചു തന്നെ, ഇപ്പൊ തന്നെ പഠിച്ചു പോകാം. പിന്നെ ഒരു സമയത്തേക്ക് മാറ്റി വെക്കരുത്. ഇനി ഭാവിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യമുള്ള സമയത്ത് ജസ്റ്റ് ഒന്ന് റിവിഷൻ നടത്തിയാൽ മാത്രം മതിയാവും, വേറെ ഒന്നും ചെയ്യണ്ട. ഓക്കെ, എനിവേ നമുക്ക് ടോപ്പിക്കിലേക്ക് പോയിക്കോട്ടെ. രക്തപരിയേന വ്യവസ്ഥയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് രക്തത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. എന്താണ് രക്തത്തിന്റെ പ്രത്യേകത? രക്തത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മനസ്സിലാക്കി വെച്ച മക്കളെ, രക്തം നമ്മുടെ ശരീരത്തിലുടനീളം ഒഴുകുന്നില്ലേ? ശരീരത്തിന്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗങ്ങളിലൂടെയും രക്തം ഒഴുകുന്നു അല്ലെ. ഏകദേശം എത്ര ലിറ്റർ രക്തമാണ്, അതും നിങ്ങൾക്കറിയാം, എല്ലാം നിങ്ങൾ പഠിച്ചതാണ്. 5 മുതൽ 6 ലിറ്റർ വരെ. എന്നാലും ഞാനൊന്ന് ഓർപ്പിക്കുകയാണ്, 5 മുതൽ 6 ലിറ്റർ വരെ രക്തമാണ്. ആരോഗ്യവാനായ ഒരാളുടെ ശരീരത്തിൽ ഏകദേശം 5 മുതൽ 6 ലിറ്റർ വരെ രക്തം കാണപ്പെടുന്നു. ഈ രക്തം ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലൂടെയും, പ്രത്യേകിച്ച് എല്ലാ അവയവങ്ങളെയും
കലകളെയൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നില്ലേ? എല്ലാ അവയവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കൊണ്ട് മനസ്സിലാക്കി വെച്ചോളെ, എല്ലാ അവയവങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് രക്തത്തെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ദ്രാവക രൂപത്തിലുള്ള യോജക കലയായിട്ട് ആരെ കണക്കാക്കുന്നു? രക്തത്തെ കണക്കാക്കുന്നു. ഓർത്ത് വെച്ചോളെ, ദ്രാവക രൂപത്തിലുള്ള യോജക കലയാണ് ഇത് രക്തം. ഇത് മാത്രമല്ല, യോജകലയെ കുറിച്ച് പറയുമ്പോൾ മനസ്സിലാക്കി വെച്ചോ, നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നതും ഏറ്റവും വൈവിധ്യമാർന്നതുമായ കലയാണ് ഇത് യോജകല. അത്തരത്തിൽ ദ്രാവക രൂപത്തിൽ കാണുന്ന യോജകലയാണ് ഇത് രക്തം. ഓക്കെ, ശരീരത്തിലുടനീളം ശ്വസനവാതകങ്ങളെ വഹിക്കുന്നത് കൊണ്ട് രക്തത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫ്ലൂയിഡ് ഓഫ് ലൈഫ് എന്ന് വിളിക്കുന്നു. ഫ്ലൂയിഡ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? രക്തത്തെയാണ്. എന്തുകൊണ്ട്? ശ്വസനവാതകമായ കാർബൺ ഡൈ ഓക്സൈഡിനെയും ഓക്സിജനും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വഹിക്കുന്നത് ഐ മീൻ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത് രക്തം വഴിയല്ലേ? സോ രക്തത്തെ വിളിക്കുന്നവരാണെന്ത്? ഫ്ലൂയിഡ് ഓഫ് ലൈഫ് എന്ന് വിളിക്കും. ഇനി അതേപോലെ തന്നെ രക്തത്തിൽ ആരുണ്ട്? WBCകളില്ലേ? പ്രതിരോധ ശേഷി നമുക്ക് പ്രദാനം ചെയ്യുന്ന WBCകൾ രക്തത്തിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് രക്തത്തെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഫ്ലൂയിഡ് ഓഫ് ഹെൽത്ത് എന്ന് വിളിക്കുന്നതും ആരെ തന്നെയാണ്? നമ്മുടെ രക്തത്തെ തന്നെ. അതോടൊപ്പം മനസ്സിലാക്കി വെച്ചോ, ഫ്ലൂയിഡ് ഓഫ് ലൈഫ് എന്നറിയപ്പെടുന്ന, ഫ്ലൂയിഡ് ഓഫ് ഹെൽത്ത് എന്നറിയപ്പെടുന്ന ആ രക്തം എന്തിനേയും വഹിക്കുന്നുണ്ട്? ഹോർമോണുകളെ. സൊമാറ്റോട്രോപ്പിൻ വളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോണല്ലേ? അങ്ങനെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഹോർമോണുകളൊക്കെ വഹിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഈ രക്തത്തെ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? ഫ്ലൂയിഡ് ഓഫ് ഗ്രോത്ത് എന്നും വിളിക്കുന്നു. അപ്പം ഫ്ലൂയിഡ് ഓഫ് ഹെൽത്ത് എന്നും ഫ്ലൂയിഡ് ഓഫ് ഗ്രോത്ത് എന്നും ഫ്ലൂയിഡ് ഓഫ് ലൈഫ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആരെയാണ്? രക്തത്തെയാണ്. ഏകദേശം എത്ര ലിറ്റർ? 5 മുതൽ 6 ലിറ്റർ വരെ രക്തം നമ്മുടെ ബോഡിയിലുണ്ട്. ആ രക്തത്തെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? ദ്രാവക രൂപത്തിലുള്ള യോജകലയായിട്ട് കണക്കാക്കുന്നു. ഇനി അതോടൊപ്പം തന്നെ മനസ്സിലാക്കി വെച്ചോ, നമ്മുടെ ബോഡിയിൽ ആകെ എത്ര രക്തമുണ്ട്? 5 മുതൽ 6 ലിറ്റർ രക്തം വരെയല്ലേ ഉള്ളത്? ആ രക്തം ശരീരഭാരത്തിന്റെ ഏകദേശം എത്രത്തോളം ഉണ്ടാകും? മനസ്സിലാക്കി വെച്ചോ, ശരീരഭാരത്തിന്റെ ഏകദേശം 7 മുതൽ 8% വരെ. ശരീരഭാരത്തിന്റെ ചോദിച്ച റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ. ശരീരഭാരത്തിന്റെ ഏകദേശം 7 മുതൽ 8% വരെ എന്താണ്? രക്തമാണ്. ശരീരഭാരത്തിന്റെ ഏകദേശം 7 മുതൽ 8% വരെ രക്തമാണ്. ആ രക്തത്തെ വിളിച്ച പേരാണെന്ത്? ഫ്ലൂയിഡ് ഓഫ് ഹെൽത്ത് എന്ന് വിളിച്ചു, ഫ്ലൂയിഡ് ഓഫ് ഗ്രോത്ത് എന്ന് വിളിച്ചു, ഫ്ലൂയിഡ് ഓഫ് ലൈഫ് എന്ന് വിളിച്ചു. ദ്രാവക രൂപത്തിൽ കാണുന്ന യോജക കലയാണ് ഇത് രക്തം എന്ന് നമ്മൾ മനസ്സിലാക്കി. എന്നാൽ അത് മാത്രം പോരാ, മനസ്സിലാക്കി വെച്ചോ രക്തത്തിന്റെ മറ്റൊരു പ്രത്യേകത. രക്തത്തെക്കുറിച്ചാണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ രക്തത്തെക്കുറിച്ചുള്ള പഠനത്തെ എന്ത് വിളിക്കും? രക്തത്തെക്കുറിച്ചുള്ള പഠനം, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഡാറ്റയാണ്, എനിക്ക് വ്യക്തമായിട്ട് അറിയാം. രക്തത്തെക്കുറിച്ചുള്ള പഠനമാണെന്ത്? ഹെമറ്റോളജി. രക്തത്തെക്കുറിച്ചുള്ള പഠനം ഹെമറ്റോളജിയാണ്. അങ്ങനെയാണെങ്കിൽ PS ഏറ്റവും കൂടുതൽ ചോദിച്ച രക്തവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഇത്. ഈ അടുത്ത കാലത്ത് PS ചോദിച്ചു രക്തത്തിന്റെ pH ലെവൽ എത്രയാണെന്ന്. രക്തത്തിന്റെ pH ലെവലാണ് എത്ര? 7.4. ഓർത്ത് വെച്ചോളാം, അടിവരയിട്ട് വെച്ച് പഠിച്ചോ. രക്തത്തിന്റെ pH ലെവൽ എത്രയാണ്? 7.4 ആണ്. ആ രക്തത്തെക്കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. രക്തം ശരീരഭാരത്തിന്റെ ഏകദേശം 7 മുതൽ 8% വരെ കാണുന്നു. ഫ്ലൂയിഡ് ഓഫ് ഹെൽത്ത് എന്നും ഫ്ലൂയിഡ് ഓഫ് ഗ്രോത്ത് എന്നും ഫ്ലൂയിഡ് ഓഫ് ലൈഫ് എന്നൊക്കെ വിളിക്കുന്നത്, ജീവന്റെ നദി എന്നൊക്കെ വിളിക്കുന്നത് ആരെയാണ്? രക്തത്തെയാണ്. അത് മാത്രമല്ല, രക്തത്തെ എന്തായിട്ട് കണക്കാക്കുന്നു? ദ്രാവക രൂപത്തിലുള്ള യോജക കലയായിട്ട് കണക്കാക്കുന്നു. ദെൻ അത് മാത്രമല്ല, ഏകദേശം എത്ര ലിറ്റർ രക്തമാണ് നമ്മുടെ ബോഡിയിലൂടെ ഒഴുകുന്നത്? 5 മുതൽ 6 ലിറ്റർ വരെ രക്തമാണ്. ആ രക്തത്തെ നമുക്കൊന്ന് വ്യക്തമായിട്ട് കീറി മുറിച്ച് പഠിക്കണ്ടേ? രക്തത്തിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ പഠിക്കണ്ടേ? അതിനുവേണ്ടി നമുക്ക് പോകാം. രക്തത്തിലെ ഘടകങ്ങളെ നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാം. സോ സർക്കുലേഷൻ, ബ്ലഡ് ആൻഡ് ഇറ്റ്സ് കോമ്പോസിഷൻ എന്നതാണ് നമ്മുടെ ടോപ്പിക്ക്. ലിസൺ, എനിവേ നമുക്ക് പോകാം. സോ രക്തത്തിലെ ഘടകങ്ങളെ നമുക്കൊന്ന് വേർതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആദ്യം സത്യം പറയുകയാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഒരു വിൻഡ്രോപ്പ് ട്യൂബ് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഞാനൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ആ ടെസ്റ്റ് ട്യൂബിൽ ബ്ലഡ് നിറയ്ക്കുന്നു. അതായത് വിൻഡ്രോപ്പ് ട്യൂബ് എന്ന് പറഞ്ഞാൽ നോർമലി ടെസ്റ്റ് ട്യൂബിന് സിമിലർ ആണ്. സോ ഇത്തരത്തിലൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ആ ടെസ്റ്റ് ട്യൂബിൽ എന്തിനെ നിറയ്ക്കുന്നു? ബ്ലഡ് നിറയ്ക്കുന്നു. ബ്ലഡ് എടുക്കുന്നു, ആവശ്യത്തിന് ബ്ലഡ് എടുക്കുന്നു. ഒരു 1 ml ബ്ലഡ് എടുത്തു എന്ന് കരുതുക. ആ ബ്ലഡിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നു? ആന്റി കൊയാഗുലന്റ് ആഡ് ചെയ്യുന്നു. ആന്റി കൊയാഗുലന്റ്, അതായത് രക്തം കട്ടപ്പിടിക്കുന്നത് തടയാൻ സഹായിക്കുന്ന രാസവസ്തു. ഇവിടെ പ്രധാനമായിട്ടും ആഡ് ചെയ്യുന്നത് EDTA പോലെയുള്ള രാസവസ്തുവാണ്. എത്തിലീൻ ഡൈഅമീൻ ടെട്രാ അസറ്റിക് ആസിഡ് എന്ന EDTA അഥവാ ആന്റി കൊയാഗുലന്റ് ആഡ് ചെയ്യുന്നു. എന്നതിന് ശേഷം, അതായത് ഈ ടെസ്റ്റിനെ വിളിക്കുന്ന പേരാണെന്ത്? ഹെമറ്റോക്രിറ്റ്. ഓർത്ത് വെച്ചോളെ, ഹെമറ്റോക്രിറ്റ് എന്ന ടെസ്റ്റ്. ഹെമറ്റോക്രിറ്റ് ടെസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യാന്ന് വെച്ചാൽ, നോർമലി ഒരു വിൻഡ്രോപ്പ്
ട്യൂബ് എടുക്കുന്നു, അഥവാ ഒരു ടെസ്റ്റ് ട്യൂബ് എടുക്കുന്നു. ആ ടെസ്റ്റ് ട്യൂബിൽ 1 ml ബ്ലഡ് എടുക്കുന്നു. ബ്ലഡ് എടുത്തതിന് ശേഷം അതിനകത്ത് ആന്റി കൊയാഗുലന്റ് ആയ EDT ആഡ് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് സെൻട്രിഫ്യൂഗേഷൻ നടത്തുന്നു. അതായത് ബ്ലഡിലെ ഘടകങ്ങളെ വേർതിരിക്കാൻ വേണ്ടി ഏകദേശം 20 മിനിറ്റോളം സെൻട്രിഫ്യൂഗേഷൻ നടത്തും. അങ്ങനെ സെൻട്രിഫ്യൂഗേഷൻ നടത്തി കഴിഞ്ഞാൽ ബ്ലഡിലെ ഘടകങ്ങളെ നമുക്ക് ഇങ്ങനെ വേർതിരിച്ച് കാണാൻ കഴിയും. സോ ഇത്തരത്തിൽ ബ്ലഡിലെ ഘടകങ്ങളെ വേർതിരിച്ച് കാണാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കും ഹെമറ്റോക്രിറ്റ് ടെസ്റ്റ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ, അതിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത അതായത് ഓർത്ത് വെച്ചോ, ആകെ രക്തത്തിലെ RBCയുടെ പെർസെന്റേജ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് ഇത്, ഹെമറ്റോക്രിറ്റ് ടെസ്റ്റ്. ഓർത്ത് വെച്ചോ, ആകെ രക്തത്തിലെ RBCയുടെ പെർസെന്റേജ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് ഇത്. RBC എന്ന് പറഞ്ഞാൽ ചുവന്ന രക്തകോശം അഥവാ എറിത്രോസൈറ്റ് അഥവാ റെഡ് ബ്ലഡ് സെല്ല്. ആ റെഡ് ബ്ലഡ് ആകെ രക്തത്തിലെ RBCയുടെ പെർസെന്റേജ്, RBC എത്ര പെർസെന്റേജ് RBC ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ടെസ്റ്റാണ് ഇത്, ഹെമറ്റോക്രിറ്റ് ടെസ്റ്റ്. ആ ടെസ്റ്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബ്ലഡിലെ ഘടകങ്ങളെ വേർതിരിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ വേർതിരിച്ചെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് കാണാം രക്തത്തിന്റെ ഏറ്റവും മുകളിലുള്ള ഭാഗം, അതായത് രക്തത്തിൽ പ്രധാനമായിട്ട് എന്തുണ്ട്? ദ്രാവക ഭാഗം കാണുന്നു. ആ ദ്രാവക ഭാഗത്തെ കൂടാതെ കോശങ്ങളും കാണപ്പെടുന്നുണ്ട്, അല്ലേ? സോ ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യുക? എന്തിലേക്ക് പോകാം? നമ്മുടെ ഡാറ്റയിലേക്ക് പോകാം. അതായത് രക്തത്തിലെ ഘടകങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും രണ്ടാക്കി തരംതിരിച്ചിരിക്കുന്നു. എത്രയാക്കിയിട്ട്? രണ്ടാക്കി തരംതിരിച്ചിരിക്കുന്നു. അത് ഓർത്ത് വെച്ചോ, 55% രക്തത്തിന്റെ 55% നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓൾമോസ്റ്റ് എന്താണ്? ഓൾമോസ്റ്റ് എന്ത് കാണപ്പെടുന്നു? ദ്രാവക രൂപത്തിലല്ലേ കാണുന്നത്? അതും ഒരു പെയിൽ യെല്ലോ കളർ അഥവാ പച്ച മലയാളത്തിൽ PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചു, വൈക്കോൽ നിറത്തിൽ കാണപ്പെടുന്ന രക്തത്തിലെ ദ്രാവക ഭാഗം ഏതാണെന്ന്. വൈക്കോൽ നിറത്തിൽ കാണപ്പെടുന്ന രക്തത്തിന്റെ ദ്രാവക ഭാഗമാണിത്. ഈ ദ്രാവക ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? ഈ ദ്രാവക ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് വിളിക്കും? ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്ലാസ്മ എന്ന് വിളിക്കും. എന്താ വിളിക്കുക? രക്തത്തിന്റെ 55% കാണുന്ന ദ്രാവക ഭാഗം അതായത് ഏത് നിറത്തിൽ കാണപ്പെടുന്നു? പെയിൽ യെല്ലോ അഥവാ വൈക്കോൽ നിറത്തിൽ കാണപ്പെടുന്ന, മനസ്സിലാക്കി വെച്ചോളെ, വൈക്കോൽ നിറത്തിൽ കാണപ്പെടുന്ന 55% ദ്രാവക ഭാഗമാണ് ഏത്? പ്ലാസ്മ എന്നറിയപ്പെടുന്നത്. പ്ലാസ്മ മാത്രമാണോ രക്തത്തിലുള്ളത്? അല്ല. പ്ലാസ്മയെ കൂടാതെ നിങ്ങൾ കണ്ടതാണ് വീണ്ടും ഞാൻ ഇമേജ് കാണിച്ചു തരാണ്. പ്ലാസ്മയെ കൂടാതെ ആരുണ്ട്? രക്തകോശങ്ങൾ കാണുന്നില്ലേ? ഈ രക്തകോശത്തിൽ ഏറ്റവും താഴെയുള്ള നിങ്ങൾക്കറിയാം ചുവന്ന രക്തകോശമുണ്ട്, RBC ആണെന്ന്. എന്നാൽ ആ ചുവന്ന രക്തകോശത്തിനും പ്ലാസ്മയുടെയും ഇടയിൽ നിങ്ങൾ കാണുന്നില്ലേ? ഓർത്ത് വെച്ചോളെ, ഏകദേശം 0.5 മില്ലിമീറ്റർ മുതൽ 1 മില്ലിമീറ്റർ തിക്നെസ്സോട് കൂടി കാണപ്പെടുന്നു. ആരെയൊക്കെ? WBCയും അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റും. സോ WBCയും പ്ലേറ്റ്ലെറ്റും ഒരു ലെയർ പോലെ RBCയുടെ മുകളിൽ നമുക്ക് കാണാം. ഈ കാണുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ബഫി കോട്ട് എന്ന് വിളിക്കും. എന്താ വിളിക്കുക? ബഫി കോട്ട്. അപ്പൊ എന്താ ബഫി കോട്ട്? രക്തത്തിലെ ഘടകങ്ങളെ വേർതിരിക്കുമ്പോൾ നോർമലി RBCയുടെയും പ്ലാസ്മയുടെയും ഇടയിൽ കാണപ്പെടുന്ന WBCയുടെയും അതേപോലെ തന്നെ പ്ലേറ്റ്ലെറ്റിന്റെയും ലെയറിനെ വിളിക്കുന്ന പേരാണെന്ത്? ബഫി കോട്ട് എന്ന് വിളിക്കും. അപ്പം ബഫി കോട്ടിൽ ആരൊക്കെയാണുള്ളത്? WBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ് ഉണ്ട്. അടിവരയിട്ട് വെച്ച് പഠിച്ചോളെ, 9ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നു ഈ ഇമേജ് സഹിതം. സോ വ്യക്തമായിട്ട് പഠിച്ചു വെച്ചോ. ബഫി കോട്ട് എന്ന് പറഞ്ഞാൽ ആരൊക്കെ ഉൾപ്പെടുന്നതാണ്? WBCയും പ്ലേറ്റ്ലെറ്റും ഉൾപ്പെടുന്ന തിൻ ലെയറിനെ വിളിക്കുന്ന പേരാണെന്ത്? ബഫി കോട്ട്. ഓൾമോസ്റ്റ് 0.5 മില്ലിമീറ്റർ മുതൽ 1 മില്ലിമീറ്റർ തിക്നെസ് ആണ് ബഫി കോട്ടിന് കാണപ്പെടുന്നത്. അതും അടിവരയിട്ട് വെച്ച് പഠിച്ചോ. അത് വെരി ഇമ്പോർട്ടന്റ് ഫാക്ടേഴ്സ്. ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ അങ്കിൾ അടുത്ത ഭാഗത്തേക്ക് നീക്കോട്ടെ. ഓർത്ത് വെച്ചോ, രക്തത്തിലെ ഘടകങ്ങളെ നമുക്ക് വ്യക്തമായിട്ട് തരംതിരിക്കാം. 55% കാണപ്പെടുന്ന ദ്രാവക ഭാഗത്തെ വിളിച്ച പേരാണെന്ത്? വൈക്കോൽ നിറത്തിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗമാണ് ഇത് പ്ലാസ്മ എങ്കിൽ 45, ബാക്കി 45 അല്ലേ ഉള്ളൂ, അല്ലേ? 45% കാണപ്പെടുന്ന ബാക്കിയുള്ള ഭാഗത്തെ വിളിക്കുന്ന പേരാണെന്ത്? ബ്ലഡ് സെൽസ് അഥവാ ബ്ലഡ് കോർപ്പസൽസ് എന്ന് വിളിക്കും, അല്ലേ? പച്ച മലയാളത്തിൽ രക്തകോശങ്ങൾ. ആ രക്തകോശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാലും നിങ്ങൾക്കറിയാം ഏതൊക്കെ രക്തകോശങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് കാണുന്നു RBC അഥവാ റെഡ് ബ്ലഡ് സെല്ല്.
രണ്ടാമത്തെ രക്തകോശമാണ് ഇത് WBC അഥവാ ശ്വേത രക്തകോശം, RBC അഥവാ എറിത്രോസൈറ്റ് എന്ന് പഠിച്ചു വെച്ചോ. എറിത്രോസൈറ്റ്. 2 WBC അഥവാ ല്യൂക്കോസൈറ്റ് അഥവാ ശ്വേത രക്തകോശം. ദ ലാസ്റ്റ് വൺ ഏത്? പ്ലേറ്റ്ലെറ്റ് അഥവാ ത്രോംബോസൈറ്റ്. ത്രോംബോസൈറ്റ്. ഇങ്ങനെ പ്രധാനമായിട്ട് 3 കോശങ്ങളാണുള്ളത്. അത് 45% എന്നാൽ 55% ദ്രാവക ഭാഗമല്ലേ ഉള്ളത്. ആ ദ്രാവക ഭാഗം ഏത് നിറത്തിലാണ് കണ്ടത്? വൈക്കോൽ നിറത്തിലാണ്. ആ ദ്രാവക ഭാഗത്തെ വിളിച്ച പേരാണെന്ത്? പ്ലാസ്മ. ഇനി നമുക്ക് പ്ലാസ്മയെ ഒന്ന് കീറി മുറിച്ച് പഠിക്കണം. എന്താണ് പ്ലാസ്മയുടെ പ്രത്യേകത? ഓർത്തു വെച്ചോ, പ്ലാസ്മയിൽ പ്രധാനമായിട്ട് നമുക്ക് 3 ഘടകങ്ങളെ കാണാം. പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണ്. അതിൽ ഒന്നാമത്തെ ഘടകം വേറൊന്നുമല്ല, പ്ലാസ്മയുടെ 90 മുതൽ 92% വരെയും എന്ത് തന്നെയാണ്. ഞാൻ ഇവിടെ എഴുതിയ നിങ്ങൾ കാണുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ്. സോ അതുകൊണ്ട് ഞാൻ വേറെ പേജ് എടുക്കുകയാണ് പ്ലാസ്മയെ കുറിച്ച് പ്രതിപാദിക്കാൻ വേണ്ടി മാത്രം. പ്ലാസ്മ പെയിൽ യെല്ലോ ആണ്, വൈക്കോൽ നിറമാണ്. വൈക്കോൽ നിറം 55%. ആ പ്ലാസ്മയിൽ പ്രധാനമായിട്ട് 3 ഘടകങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ പ്ലാസ്മയിൽ 90 മുതൽ 92% വരെ എന്ത് തന്നെയാണ്? 90 മുതൽ 92% വരെ ജലം തന്നെ കാണപ്പെടുന്നു, അഥവാ വെള്ളം തന്നെയാണ്. അപ്പൊ പ്ലാസ്മയുടെ മെജോറിറ്റി പോർഷൻ എന്താണ്? വെള്ളമാണ്. എന്നാൽ ഏകദേശം 6 മുതൽ 7% വരെ, ശതമാനം ഒന്നും മറക്കരുത്, 6 മുതൽ 7% വരെ എന്ത് കാണപ്പെടുന്നു? ചില പ്രോട്ടീനുകൾ കാണപ്പെടുന്നു. ആ പ്രോട്ടീനുകൾ കാണപ്പെടുന്നത് പ്ലാസ്മയിലാണല്ലോ. അതുകൊണ്ട് ആ പ്രോട്ടീനെ വിളിക്കുന്ന പേരാണെന്ത്? പ്ലാസ്മ പ്രോട്ടീൻ. ആ പ്രോട്ടീനുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നാമത്തെ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് ആൽബുമിൻ. ദ ഫസ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. രണ്ടാമത്തെ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് ഗ്ലോബുലിൻ. ഓർത്ത് വെച്ചോളെ, ഗ്ലോബുലിൻ. ദ ലാസ്റ്റ് പ്ലാസ്മ പ്രോട്ടീൻ, ഈ പ്രോട്ടീന്റെ പേരൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവസാനത്തെ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത്, അഥവാ മൂന്നാമത്തെ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് ഫൈബ്രിനോജൻ. ഇങ്ങനെയുള്ള 3 പ്രധാനപ്പെട്ട പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇവിടെ കാണുന്നത്, പ്ലാസ്മയിൽ കാണുന്നത്. അതും ഏകദേശം 6 മുതൽ 7% അല്ലേ. അപ്പൊ 6 മുതൽ 7% കാണുന്ന പ്രോട്ടീനുകളാണ് പ്ലാസ്മ പ്രോട്ടീൻ. അവയാണ് ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ. ക്ലിയർ ആണല്ലോ. അതിൽ നമുക്ക് ആദ്യം ആൽബുമിനെ പറ്റി പഠിക്കാം. എന്താണ് ആൽബുമിന്റെ പ്രത്യേകത? ആൽബുമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ കേട്ടോളാം മക്കളെ. ഒന്നാമത്തെ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ആൽബുമിൻ. അതോടൊപ്പം ഞാൻ ഇതിന് മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഇവയെ കൂടാതെ വേറൊരു മൈനർ പ്രോട്ടീനും കൂടെ പ്ലാസ്മയിലുണ്ട്. ആ പ്രോട്ടീൻ വളരെ കുറച്ച് മാത്രം കാണപ്പെടുന്ന പ്രോട്ടീൻ ആണ് ഇത് പ്രോത്രോംബിൻ. അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോ. പ്രോത്രോംബിനും എന്താണ്? ഒരു പ്ലാസ്മ പ്രോട്ടീൻ തന്നെയാണ്. പക്ഷേ പ്ലാസ്മ പ്രോട്ടീനുകൾ പ്രധാനമായിട്ടും 3 എണ്ണമാണ് എന്നാണ് നമ്മൾ സ്ഥിരമായിട്ട് പറയുക. അതേതൊക്കെയാ? ആൽബുമിൻ, ഗ്ലോബുലിൻ ആൻഡ് ഫൈബ്രിനോജൻ എന്ന വളരെ മൈനർ ആയിട്ട് കാണപ്പെടുന്ന ഒരു പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് പ്രോത്രോംബിൻ. ആരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിക്കുന്നു? ഫൈബ്രിനോജനോടൊപ്പം. അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എനിവേ, ഒന്നാമത്തെ പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിൻ. ആൽബുമിന്റെ പ്രത്യേകത എന്താണ്? ആൽബുമിൻ. സോ ഓർത്ത് വെച്ച ഓരോ പ്രത്യേകതയും അടിവരയിട്ട് വെച്ച് പഠിച്ചോ. ആൽബുമിൻ എവിടെ വെച്ചിട്ടാണ് നിർമ്മിക്കപ്പെടുന്നത്? പഠിച്ചേ പറ്റൂ, നിർബന്ധമാണ്. ആൽബുമിൻ സിന്തസൈസ്ഡ് എവിടെ വെച്ചിട്ട്? ഫ്രം നമ്മുടെ ലിവറിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്നു. ലിവറിലാണ്, ലിവർ അഥവാ കരളിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്നു. ലിവറിൽ വെച്ച് നിർമ്മിക്കപ്പെടുന്ന ആൽബുമിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓർത്ത് വെച്ച് ഞാൻ ആൽബുമിനെ എടുത്തു പറയാനുള്ള കാരണം നമ്മളെ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ ആണ്. സോ ബ്ലഡിൽ ഏറ്റവും കൂടുതൽ കാണുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത്. ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന പ്ലാസ്മ പ്രോട്ടീൻ, ഏറ്റവും കൂടുതൽ കാണുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ്? ആൽബുമിൻ ആണ്. എവിടെ വെച്ചിട്ടാണ് നിർമ്മിക്കപ്പെടുന്നത്? ലിവറിൽ വെച്ചിട്ട്. ഇനി മനസ്സിലാക്കി വെച്ചോ, ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആൽബുമിന്റെ ഡ്യൂട്ടി എന്താ? സോ 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ പ്രതിപാദിച്ചിരിക്കുന്നു. എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ആൽബുമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടി തിരിഞ്ഞു മറിഞ്ഞു നോക്കണ്ട. എന്ത് ചെയ്യുന്നു? ബ്ലഡ് പ്രഷർ. നമ്മുടെ രക്തസമ്മർദ്ദത്തെ, ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് ആൽബുമിൻ. സോ ബി പി എ നിയന്ത്രിക്കുക എന്നതാണ് ആൽബുമിന്റെ പ്രാഥമിക ധർമ്മം. എന്നാൽ അതോടൊപ്പം തന്നെ മനസ്സിലാക്കി വെച്ചോ, BP നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ എന്തും ചെയ്യുന്നുണ്ട് എന്ന് ചോദിച്ചാൽ മറക്കരുത് മക്കളെ. അതായത് നമ്മുടെ പ്ലാസ്മയിൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, പ്ലാസ്മയിൽ മെജോറിറ്റിയും എന്താണുള്ളത്? ജലമല്ലേ ഉള്ളത്. പ്ലാസ്മയുടെ 92% എന്താണ്? ജലമാണ്. ആ ജലത്തിന്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആര് തന്നെയാണ്? പ്ലാസ്മയിലെ പ്രോട്ടീനായ ആൽബുമിൻ തന്നെ.
സോ പ്ലാസ്മയിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുക എന്നതും ആരുടെ ഡ്യൂട്ടിയാണ്? ആ പ്ലാസ്മ പ്രോട്ടീനായ ആൽബുമിന്റെ ഡ്യൂട്ടിയാണ്. ഇനി മനസ്സിലാക്കി വെക്കേണ്ട മറ്റൊരു കാര്യം, ഓർത്ത് വെച്ചാൽ നമ്മൾ പറഞ്ഞത് ലിവറിൽ വെച്ചിട്ടാണ് നിർമ്മിക്കപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. അതോടൊപ്പം തന്നെ BP നിയന്ത്രിക്കുന്നു. ദെൻ അത് മാത്രമല്ല, ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നതും ഏത് പ്ലാസ്മ പ്രോട്ടീനാണ്? ആൽബുമിനാണ്. ആൽബുമിന്റെ മറ്റൊരു പ്രത്യേകത, രക്തത്തിന് വിസ്കോസിറ്റി പ്രദാനം ചെയ്യുന്നതും, കേട്ടോളെ, വിസ്കോസിറ്റി പ്രദാനം ചെയ്യുന്നതും ആര് തന്നെയാണ്? ആൽബുമിൻ എന്ന പ്ലാസ്മ പ്രോട്ടീനാണ്. അതായത് നിങ്ങളോട് ചോദിക്കും, രക്തത്തിന് വിസ്കോസിറ്റി എന്ന് പറഞ്ഞാൽ നോർമലി രക്തത്തിന്റെ കട്ടിയാണ്. ആ കട്ടി അഥവാ തിക്നെസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് വെച്ചാലും അത് ഏത് പ്ലാസ്മ പ്രോട്ടീനാ? ആൽബുമിനാണ്. സോ രക്തത്തിന്റെ വിസ്കോസിറ്റിക്ക് കാരണമായ പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് വെച്ചാൽ ആൽബുമിൻ. അതായത് മനസ്സിലാക്കി വെച്ചോ, എടാ നമ്മുടെ ജലത്തെക്കാളും ഏകദേശം 5 മടങ്ങ് കട്ടി കൂടുതൽ എന്തിനുണ്ട്? നമ്മുടെ രക്തത്തിനുണ്ട്. ആ കട്ടി അല്ലെങ്കിൽ വിസ്കോസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഏത് പ്ലാസ്മ പ്രോട്ടീനാ? ആൽബുമിനാണ്. സോ ആൽബുമിനെ കുറിച്ച് ഇത്രയും ബേസിക് ആയ കാര്യം മനസ്സിലാക്കി വെച്ചോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് BP അഥവാ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്ന പ്ലാസ്മ പ്രോട്ടീനാണ് ആൽബുമിൻ. അതോടൊപ്പം തന്നെ പ്ലാസ്മയിലെ ജലത്തിന്റെ അളവ് ക്രമീകരിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്യുന്നതും ആരാണ്? ആൽബുമിൻ ആണെന്ന് മനസ്സിലാക്കി വെച്ചോ. ഇനി അത് മാത്രമല്ല, വിസ്കോസിറ്റി, രക്തത്തിന്റെ വിസ്കോസിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് ആൽബുമിൻ. സോ ഇത്രയും പ്രത്യേകത ആൽബുമിൻ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് ഗ്ലോബുലിൻ. സോ നമുക്ക് ഗ്ലോബുലിനിലേക്ക് പോകാം. എന്താണ് ഗ്ലോബുലിന്റെ പ്രത്യേകത? ഗ്ലോബുലിന്റെ പ്രത്യേകത മനസ്സിലാക്കി വെച്ചോ. ജസ്റ്റ് ഒന്ന് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല, നമുക്ക് വ്യക്തമായിട്ട് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ വേറെയുണ്ട്. ഗ്ലോബുലിൻ പ്രധാനമായിട്ടും 4 തരത്തിലുണ്ട്. അതായത് ഗ്ലോബുലിൻ എന്ന് പറയുന്ന ആ പ്രോട്ടീന്റെ അമിനോ ആസിഡുകളുടെ ക്രമീകരണത്തിലെ വ്യത്യാസം കൊണ്ട് ഗ്ലോബുലിനുകളെ പ്രധാനമായിട്ടും 4 ആക്കി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോട്ടീനാണ് ഇത്, ഒന്നാമത്തെ ഗ്ലോബുലിനാണ് ഇത് ആൽഫ ഗ്ലോബുലിൻ. ഏത് ഗ്ലോബുലിനാ? ആൽഫ. രണ്ടാമത്തെ ഗ്ലോബുലിനാണ് ഇത് ആൽഫ 2 ഗ്ലോബുലിൻ. എന്ന മൂന്നാമത്തെ ഗ്ലോബുലിനാണ് ഇത്, ഓർത്ത് വെച്ചോ, ബീറ്റാ ഗ്ലോബുലിൻ. എന്നാൽ ഇതൊന്നുമല്ല നമ്മൾ പഠിക്കേണ്ടത്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഗ്ലോബുലിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏത് ഗ്ലോബുലിനാണ്? മനസ്സിലാക്കി വെച്ചോ, ഗാമാ ഗ്ലോബുലിൻ. നമ്മൾ പഠിക്കേണ്ട ഗ്ലോബുലിനാണ് ഗാമാ ഗ്ലോബുലിൻ. ഓർത്ത് വെച്ചോളത്, വെരി ഇമ്പോർട്ടന്റ് വൺ. അതായത് ഗ്ലോബുലിനുകൾ പ്രധാനമായിട്ടും 4 തരത്തിലുണ്ട്. ആൽഫ 1, ആൽഫ 2, ബീറ്റാ ഗ്ലോബുലിൻ ആൻഡ് ലാസ്റ്റ് വൺ ഗാമാ ഗ്ലോബുലിൻ. ഈ ഗാമാ ഗ്ലോബുലിന്റെ പ്രത്യേകത എന്താണ്? ഓർത്ത് വെച്ചോളെ മക്കളെ, ഗാമാ ഗ്ലോബുലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എടാ നമ്മുടെ ബോഡിയിലേക്ക് ഏതെങ്കിലും ഒരു രോഗാണു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫോറിൻ ബോഡി പ്രവേശിച്ചു എന്ന് കരുതുക. ആ പ്രവേശിക്കുന്ന ഫോറിൻ ബോഡിയെ നമ്മൾ എന്താ വിളിക്കുക? ആന്റിജൻ എന്നല്ലേ വിളിക്കുക, അല്ലേ? നമ്മുടെ ബോഡിയിലേക്ക് ഏത് വസ്തു പ്രവേശിച്ചാലും ശരി, ആ അന്യവസ്തുവിനെ വിളിക്കുന്ന പേരാണെന്ത്? ആന്റിജൻ. എന്ന ഈ ആന്റിജനെതിരെ നമ്മുടെ ലിംഫോസൈറ്റുകൾ ചില പ്രോട്ടീനുകളെ ഉണ്ടാക്കുന്നില്ലേ? ആ പ്രോട്ടീനുകളെ നമ്മൾ വിളിച്ച പേരായിരുന്നു എന്ത്? ആന്റിബോഡികൾ എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ആന്റിബോഡി. അപ്പൊ ആരാണ് ആന്റിബോഡി? ആന്റിജനുകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന പ്രോട്ടീനുകളാണ് ഇത് ആന്റിബോഡികൾ. ഈ ആന്റിബോഡികളെ വിളിച്ച മറ്റൊരു പേരാണ് എന്ത്? ഇമ്മ്യൂണോഗ്ലോബുലിൻ. എന്താ വിളിക്കുക? ഇമ്മ്യൂണോഗ്ലോബുലിനാണ്. ആ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ഗാമാ ഗ്ലോബുലിനുകളാണ്. അപ്പൊ ഗാമാ ഗ്ലോബുലിനുകളാണ് എന്ത് പേരിൽ അറിയപ്പെടുന്നത്? ഇമ്മ്യൂണോഗ്ലോബുലിൻ അഥവാ ആന്റിബോഡി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനാണുള്ളത്. അതായത് 5 തരത്തിലുള്ള ആന്റിബോഡികൾ. ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനാണുള്ളത്. ഇമ്മ്യൂണോഗ്ലോബുലിന്റെ പ്രത്യേകത, ഇമ്മ്യൂണോഗ്ലോബുലിൻ അഥവാ എന്താണ് മക്കളെ? ഓർത്ത് വെച്ചോ, ആന്റിബോഡിയാണ്. ആന്റിബോഡികളുടെ പ്രത്യേകത അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിന്റെ പ്രത്യേകത Y ആകൃതിയിൽ കാണപ്പെടുന്നു. Y ആകൃതിയിൽ കാണപ്പെടുന്ന പ്രോട്ടീനുകളാണ് ഇത് ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ. ആ ഇമ്മ്യൂണോഗ്ലോബുലിൻ Y ആകൃതിയിലാണ്. അത്തരത്തിൽ എത്ര തരത്തിലുള്ള? 5 തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഇത് ഇമ്മ്യൂണോഗ്ലോബുലിൻ A. കേട്ടോളെ, ഇമ്മ്യൂണോഗ്ലോബുലിൻ A. രണ്ടാമത്തെ ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഇത് ഇമ്മ്യൂണോഗ്ലോബുലിൻ D. മൂന്നാമത്തെ മറ്റൊരു ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഇത് ഇമ്മ്യൂണോഗ്ലോബുലിൻ E. The next one ഇമ്മ്യൂണോഗ്ലോബുലിൻ G. The last one ഇമ്മ്യൂണോഗ്ലോബുലിൻ M. ഇങ്ങനെ പ്രധാനമായിട്ടും 5 തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനാണുള്ളത്. 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഇമ്മ്യൂണോഗ്ലോബുലിനുകൾ Y ആകൃതിയോടുകൂടിയ പ്രോട്ടീനുകളാണ്. ഇവയെ ആന്റിബോഡികൾ എന്നും വിളിക്കുന്നു. ഇത്തരത്തിൽ
5 തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്നു, നമ്മുടെ പ്ലാസ്മയിൽ കാണപ്പെടുന്നു. ആ ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഏതൊക്കെ? ഇമ്മ്യൂണോഗ്ലോബുലിൻ എ, ഇമ്മ്യൂണോഗ്ലോബുലിൻ ഡി, ഇ, ജി ആൻഡ് എം. മനസ്സിലാക്കി വെച്ച ഞാൻ ഇമേജ് ഒന്ന് കാണിച്ചിടാം. സോ ഇത്തരത്തിൽ 5 തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനെ നമുക്കൊന്ന് പരിചയപ്പെടാം. 5 തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഈ കാണുന്നത്. സോ ഓർത്ത് വെച്ചോ, അതിൽ ഒന്നാമത്തെ ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഇത്, ഇമ്മ്യൂണോഗ്ലോബുലിൻ എ, ഡി, ഇ, ജി ആൻഡ് എം. 5 തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിനുമായി ഇവയിൽ പ്രധാനമായിട്ട് പഠിക്കേണ്ട 2 ഇമ്മ്യൂണോഗ്ലോബുലിന്റെ പേര്. അതിൽ ഒന്നാമത്തെ ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഇത്, ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി. എന്താണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ജിയുടെ പ്രത്യേകത? ഇമ്മ്യൂണോഗ്ലോബുലിൻ ജിയുടെ പ്രത്യേകത ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്, ഏറ്റവും കൂടുതൽ കാണുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാം, അതേതാണ്? ആൽബുമിൻ ആണെങ്കിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ് ഇത്, ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി. ദ വെരി ഇമ്പോർട്ടന്റ് വൺ, മോസ്റ്റ് അബണ്ടന്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ അതേതാണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ആണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കി വെച്ച മക്കളെ, ഗർഭസ്ഥ ശിശുവിലേക്ക് എടാ നമുക്കറിയാം പ്ലാസന്റ എവിടെ പറ്റിച്ചേർന്ന് വളരുന്നു? എൻഡോമെട്രിയത്തിൽ. അമ്മയുടെ ഗർഭാശയത്തിന്റെ ഏറ്റവും ഉള്ളിലുള്ള പാളിയാണ് ഇത് എൻഡോമെട്രിയം. ആ എൻഡോമെട്രിയത്തിൽ പറ്റിച്ചേർന്ന് വളരുന്ന ഭാഗമാണ് ഇത് പ്ലാസന്റ അല്ലേ? ആ പ്ലാസന്റ വഴി കുട്ടിയിലേക്ക് ഗർഭസ്ഥ ശിശുവിലേക്ക് പ്രവേശിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ആണ്. അതുകൊണ്ട് തന്നെ ഗർഭസ്ഥ ശിശുവിന് എന്തുണ്ട്? പ്രതിരോധ ശേഷിയുണ്ട്. എന്ത് പ്രവേശിക്കുന്നതുകൊണ്ട്? പ്ലാസന്റ വഴി അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് പ്രവേശിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഇത്, ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി. അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ആണ്. എന്നാൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എയുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, എയുടെ പ്രത്യേകത മനസ്സിലാക്കി വെച്ചോ, മറക്കരുത് മക്കളെ. അതായത് നമ്മുടെ ശരീരദ്രവങ്ങളിൽ പ്രധാനമായിട്ടും കണ്ണുനീര്, ഉമിനീര്, അതേപോലെ തന്നെ ശ്ലേഷ്മം, ഇവയിലൊക്കെ എന്തിനേറെ പറയുന്നു? ബ്രസ്റ്റ് മിൽക്ക്. എടാ മുലപ്പാലിൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? മുലപ്പാലിൽ വ്യാപകമായിട്ട് അല്ലെങ്കിൽ മുലപ്പാലിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഇത്. അടിവരായിട്ട് വെച്ച് പഠിച്ചോളെ, ചോദിച്ച റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻ. മുലപ്പാലിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഇത്, ഇമ്മ്യൂണോഗ്ലോബുലിൻ എ. അടിവരായിട്ട് വെച്ച് പഠിച്ചോ. സോ ഇത്രയും ഡാറ്റ എന്തുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്ത് വെച്ചോ? ഗ്ലോബുലിനുമായിട്ട് മനസ്സിലാക്കി വെച്ചോ. അപ്പൊ മനസ്സിലാക്കി വെക്കേണ്ട ഡാറ്റ, ഗ്ലോബുലിൻ എന്ത് ചെയ്യുന്നു? രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുക എന്നതാണ് രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് ഗ്ലോബുലിൻ. ഗ്ലോബുലിൻ എത്ര തരത്തിലുണ്ട്? ഗ്ലോബുലിൻ പ്രധാനമായിട്ടും 4 തരത്തിലുണ്ട്. അതേതൊക്കെയാണ്? ആൽഫ 1, ആൽഫ 2, ബീറ്റ ആൻഡ് ഗാമ ഗ്ലോബുലിൻ. ആ ഗാമ ഗ്ലോബുലിനെ വിളിച്ച മറ്റൊരു പേരാണെന്ത്? ഇമ്മ്യൂണോഗ്ലോബുലിൻ അഥവാ ആന്റിബോഡി എന്ന് വിളിച്ചു. അതായത് ആന്റിജനുകൾക്കെതിരെ പ്രതിരോധിക്കുന്ന പ്രോട്ടീനുകളാണ് ഇത് ആന്റിബോഡികൾ. ആന്റിബോഡിയുടെ ഷേപ്പ് എന്തായിരുന്നു? വൈ ആകൃതി. വൈ ആണ് വൈ ആകൃതിയോടുകൂടി കാണപ്പെടുന്ന പ്രോട്ടീനുകളാണ് ഇത് ഇമ്മ്യൂണോഗ്ലോബുലിൻ അഥവാ ആന്റിബോഡികൾ. എത്ര തരത്തിലുള്ള ആന്റിബോഡികൾ അഥവാ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്? 5 തരത്തിലുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഉണ്ട്. അതേതൊക്കെയാണ്? എ, ഡി, ഇ, ജി, എം. അങ്ങനെ തന്നെ പഠിച്ചു വെച്ചോ. എനിവേ ആ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏറ്റവും പ്രധാനപ്പെട്ട അഥവാ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ആണ്. ആ ഇമ്മ്യൂണോഗ്ലോബുലിൻ ജി ആണ് ഭ്രൂണത്തിലൂടെ അല്ലെങ്കിൽ പ്ലാസന്റ വഴി ഭ്രൂണത്തിലേക്ക് അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിലേക്ക് പ്രവേശിക്കുന്നത്. തൽഫലമായിട്ട് കുട്ടിക്ക് എന്ത് ലഭിക്കുന്നു? പ്രതിരോധ ശേഷി ലഭിക്കുന്നു. ഇനി മുലപ്പാലിലൂടെ കുട്ടിക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടാൻ കാരണം ആ മുലപ്പാലിൽ കാണപ്പെടുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഇത് ഇമ്മ്യൂണോഗ്ലോബുലിൻ എ. സോ ഈ ഡാറ്റകളൊക്കെ ഓർത്ത് വെച്ചോ. ഇനി നമുക്ക് പഠിക്കേണ്ട 3ാമത്തെ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് ഫൈബ്രിനോജൻ. സോ 3ാമത്തെ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് ഫൈബ്രിനോജൻ. എന്താണ് ഫൈബ്രിനോജന്റെ പ്രത്യേകത? നമുക്കറിയാം ഫൈബ്രിനോജൻ ആരോടൊപ്പം? പ്രോത്രോംബിനോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട്. ഫൈബ്രിനോജൻ 3ാമത്തെ പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഫൈബ്രിനോജൻ. ഈ ഫൈബ്രിനോജൻ പ്രോത്രോംബിനോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫൈബ്രിനോജൻ എന്ത് ചെയ്യുന്നു? രക്തം കട്ടപ്പിടിക്കാൻ സഹായിക്കുന്നു. അപ്പൊ രക്തം കട്ടപ്പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് ഫൈബ്രിനോജൻ. ഫൈബ്രിനോജൻ പ്രവർത്തിക്കുന്നത് ആരുടെ സഹായത്താൽ അല്ലെങ്കിൽ ആരോടൊപ്പം ഒരുമിച്ചാണ്? പ്രോത്രോംബിൻ എന്ന പ്ലാസ്മ പ്രോട്ടീനോടൊപ്പം. കേട്ടോളെ, പ്രോത്രോംബിനോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചുകൊണ്ട് രക്തം കട്ടപ്പിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ആണ് ഇത് ഫൈബ്രിനോജൻ. അപ്പം ഫൈബ്രിനോജൻ എന്ന പ്ലാസ്മ പ്രോട്ടീനെ കുറിച്ച് കൂടുതലായിട്ട് ഇപ്പം നമ്മളൊന്നും പറയുന്നില്ല. രക്തം കട്ടപ്പിടിക്കൽ പ്രക്രിയയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പം ഫൈബ്രിനോജൻ എന്ത് ചെയ്യുന്നു? രക്തം കട്ടപ്പിടിക്കാൻ സഹായിക്കുന്നു. അതോടൊപ്പം സഹകരിക്കുന്ന മറ്റൊരു പ്രോട്ടീനാണ്, മറ്റൊരു പ്ലാസ്മ പ്രോട്ടീൻ, മൈനർ പ്രോട്ടീൻ ആണ് ഇത് പ്രോത്രോംബിൻ. ഇവിടെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വിട്ടു, മറ്റൊന്നുമല്ല. സോ ഈ സ്ലൈഡിലേക്ക് നമുക്ക് പോകാം. എന്താണ് ഇതിന്റെ പ്രത്യേകത? നേരത്തെ നമ്മൾ പറഞ്ഞു EDTA പോലെയുള്ള ആന്റി കൊയാഗുലന്റ് ആഡ് ചെയ്തപ്പോൾ രക്തം കട്ടപ്പിടിച്ചില്ലല്ലോ.
കട്ടപ്പിടിച്ചില്ല. എന്നാൽ ഈ റൂട്ടിനും നമ്മൾ ചേർക്കുന്നില്ല, അതായത് ആന്റി കൊയാഗുലന്റ് ഒന്നും ചേർക്കുന്നില്ല. ആ രക്തത്തെ നമ്മൾ നേരെ ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുത്തു എന്ന് കരുതുക. രക്തം ടെസ്റ്റ് ട്യൂബിൽ എടുത്തു കഴിഞ്ഞാൽ നോർമലി രക്തം എന്ത് ചെയ്യുന്നു? കട്ടപ്പിടിക്കുന്നതാണ് അടി കാണുന്നത്, കട്ടപ്പിടിച്ചിരിക്കുന്നു. ആ കട്ടപ്പിടിച്ചതിന്റെ മുകളിൽ നിങ്ങളൊരു ദ്രാവകം കാണുന്നുണ്ട്. ആ ദ്രാവകത്തെ നമ്മൾ വിളിക്കുന്ന പേര് PSC ഒരുപാട് വട്ടം ചോദിച്ചു. രക്തം കട്ടപ്പിടിച്ചതിന് ശേഷം ഇങ്ങനെ വെച്ചാൽ മുറിവിൽ നോർമലി എന്ത് ചെയ്യും? രക്തം കട്ടപ്പിടിച്ചതിന് ശേഷം രക്തം പുറത്തേക്ക് ഒരു യെല്ലോ കളറുള്ള ദ്രാവകം പുറത്തേക്ക് ചാടി വരുന്നു. ആ ദ്രാവകത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ആ ദ്രാവകത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? സീറം എന്ന് വിളിക്കും. അപ്പൊ എന്താണ് സീറം? മനസ്സിലാക്കി വെച്ചോ. രക്തം കട്ടപ്പിടിച്ചതിന് ശേഷം ഉണ്ടാകുന്ന ദ്രാവക ഭാഗം എന്ന് പറഞ്ഞാൽ അത് കൃത്യമാവില്ല. അതായത് നമുക്ക് ഇങ്ങനെ പറയാം, അതായത് രക്തം കട്ടപ്പിടിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകവും കാണപ്പെടാത്ത പ്ലാസ്മയെ, അങ്ങനെ വേണം ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ എങ്ങനെ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. രക്തം കട്ടപ്പിടിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകവും കാണപ്പെടാത്ത പ്ലാസ്മയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സീറം എന്ന് വിളിക്കും. എന്താ വിളിക്കുക? സീറം. അപ്പൊ എന്താണ് സീറം? രക്തം കട്ടപ്പിടിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകവും കാണപ്പെടാത്ത പ്ലാസ്മയെ വിളിക്കുന്ന പേരാണെന്ത്? സീറം എന്ന് വിളിക്കും. അപ്പൊ സീറം എന്ന് പറഞ്ഞാൽ എന്താണ്? രക്തം കട്ടപ്പിടിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകവും ഇല്ലാത്ത പ്ലാസ്മയെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? സീറം. സോ ഇത്രയും ഡാറ്റ രക്തവുമായിട്ട് ബന്ധപ്പെട്ട് ബേസിക് ആയിട്ട് മനസ്സിലാക്കി വെച്ചോ. ബാക്കിയുള്ളതിനെ കുറിച്ച്, അതായത് രക്തത്തിലെ ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. രക്തത്തിൽ പ്രധാനമായിട്ടും 2 ഘടകങ്ങളിൽ ഒന്ന് പെയിൽ യെല്ലോ അഥവാ വൈക്കോൽ നിറത്തിൽ കാണപ്പെടുന്ന ദ്രാവക ഭാഗമായ പ്ലാസ്മയാണ്. ആ പ്ലാസ്മയിൽ പ്രധാനമായിട്ട് 3 ഘടകങ്ങളുണ്ട്. ആ 3 ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായിരുന്നു ഏതൊക്കെ? ഒന്നാമത് 90 മുതൽ 92% വരെ എന്തുണ്ട്? ജലമുണ്ട്. എന്നാൽ ഏകദേശം 6 മുതൽ 7% വരെ എന്തുണ്ട്? പ്രോട്ടീനുകളുണ്ട്. ആ പ്രോട്ടീനുകളെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എന്നാൽ ഇവിടെ ഒരൊറ്റ കാര്യം വിട്ടുപോയി. അത് വേറൊന്നുമല്ല, ഏകദേശം 1 മുതൽ 2% വരെ എന്ത് കാണുന്നു? മറ്റു ചില ഘടകങ്ങളും രക്തത്തിൽ കാണപ്പെടുന്നുണ്ട്. ആ മറ്റു ചില ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് ഗ്ലൂക്കോസിനെ നമുക്ക് കാണാം. ഷുഗർ പ്രധാനമായിട്ടും ഗ്ലൂക്കോസ്. രണ്ടാമതായിട്ട് ആരുണ്ട്? അമിനോ ആസിഡ് ഉണ്ട്. ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്. പിന്നെ ആര് കാണപ്പെടുന്നു? അതായത് നമുക്ക് ലിപ്പിഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ നല്ലത്. ലിപ്പിഡ് പ്രധാനമായിട്ടും കാണപ്പെടുന്ന 2 ലിപ്പിഡാണിത്. ട്രൈഗ്ലിസറൈഡും അതേപോലെ തന്നെ എന്ത്? നമ്മുടെ കൊളസ്ട്രോളും. സോ ഇത്തരത്തിൽ പ്രധാനമായിട്ടും ലിപ്പിഡ് കാണപ്പെടുന്നു, അമിനോ ആസിഡ് കാണപ്പെടുന്നു, ഗ്ലൂക്കോസ് കാണപ്പെടുന്നു. മക്കളെ, വൈറ്റമിൻസ് കാണപ്പെടുന്നു. മൈക്രോ എലമെന്റ്സ് എന്നറിയപ്പെടുന്ന വൈറ്റമിൻസ് എവിടെ കാണപ്പെടുന്നുണ്ട്? പ്ലാസ്മയിലെ ഘടകങ്ങളാണ് ഗ്ലൂക്കോസ്. മറ്റു ചില ഘടകങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും അവസാനമായിട്ട് 3ാമത്തെ ഘടകം കാണാം. അത് ഏകദേശം 1 മുതൽ 2% വരെയാണ്. ആ ഘടകങ്ങളിൽ 1 ഗ്ലൂക്കോസ്, 2 അമിനോ ആസിഡ്, 3 ലിപ്പിഡ്, 4 വൈറ്റമിൻസ്, 5 എന്തുണ്ട്? എൻസൈമുകളുണ്ട്. അതുകൂടാണ്ട് ആരുണ്ട്? ഹോർമോണുകൾ കാണപ്പെടുന്നു. ഇതൊന്നും കൂടാണ്ട് കുറച്ച് ഇലക്ട്രോലൈറ്റുകളും കാണപ്പെടുന്നു. സോഡിയം അയോണ്, പൊട്ടാസ്യം അയോണ്, കാൽസ്യം അയോണ്, ബൈകാർബണേറ്റുകൾ, ഇങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റുകൾ നമുക്ക് എവിടെ കാണാൻ പറ്റും? നമ്മുടെ പ്ലാസ്മയിൽ കാണാൻ പറ്റും. ഈ പ്ലാസ്മയിലെ ഘടകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്, അല്ലെ? എന്ന് ഓർത്ത് വെച്ചോ. പ്ലാസ്മയെ കൂടാതെ 45% കാണപ്പെടുന്ന ഭാഗമായിരുന്നു രക്തകോശങ്ങൾ എന്നത്. അതിലൊന്ന് RBC, 2 പ്ലേറ്റ്ലെറ്റ്, 3 WBC. ഈ കോശങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ കോശങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ? കോശങ്ങളുടെ ഓരോ കോശത്തിൻ്റെയും ധർമ്മങ്ങൾ എന്തൊക്കെയാണ്? ദുരൂഹതകൾ അഴിയുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ബൈ.